കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. കീരമ്പാറ പഞ്ചായത്തിലെ 2ാം വാർഡിൽ കാട്ടാന ഇറങ്ങി വ്യാപക നാശനഷ്ടമുണ്ടാക്കി കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനു ശേഷം പുന്നേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം തമ്പടിച്ച 4 ആനകളെ കവളപ്പാറ ഭാഗത്തേക്ക് തുരത്തി. കീരമ്പാറ പഞ്ചായത്തിലെ ജനവാസ മേഖലയായ പുന്നേക്കാടും പരിസര പ്രദേശങ്ങളിലുമാണ് കാട്ടാന ഇറങ്ങിയത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന 2ാം വാർഡായ കൃഷ്ണപുരം കോളനി ഭാഗത്ത് കാട്ടാനയെത്തിയത്. കൃഷികൾക്കും വളർത്തുമൃഗങ്ങളുടെ കൂടിനും നാശം വരുത്തിയ കാട്ടാന അരമണിക്കൂറോളം തമ്പടിച്ച ശേഷമാണ് കാട്ടിലേക്ക് മടങ്ങിയത്. കൃഷ്ണപുരം കമ്മ്യൂണിറ്റി ഹാളിന് സമീപം കാട്ടാന വന്നതിന്റെ CCTV ദൃശ്യം സമീപത്തെ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് പുന്നേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം തമ്പടിച്ച 4 ആനകളെ കളപ്പാറ ഭാഗത്തേക്ക് തുരത്തി. കൃഷ്ണപുരം മേഖലയിലിറങ്ങിയ ആനയുടെ CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് വൻ ജനാവലിയാണ് സ്ഥലത്ത് പ്രതിഷേധവുമായി തടിച്ചുകൂടിയത്. ഇപ്പൊ ആനകൾ വന്ന് നമുക്കറിയാം ജനവാസ മേഖല ഇപ്പൊ 2ാം വാർഡ്, ഈ 2ാം വാർഡിൽ അതായത് നിരവധി ആളുകൾ വസിക്കുന്ന മേഖലയിലേക്ക് ആന കടന്നിരിക്കുക. പക്ഷെ ഞങ്ങൾ ഇത് പലവട്ടം പറഞ്ഞു ഞങ്ങൾ മടുത്തു ഇത്. കാരണം ഇതിനകത്ത് വനം വകുപ്പ് യാതൊരുവിധ നടപടി എടുക്കുന്നില്ല. ഇവിടെ അതിന് ഉചിതമായിട്ടുള്ള രാത്രി ആന വാച്ചേഴ്സിനെ അടക്കമുള്ള ആളുകളെ നിയമിക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം കാടുവെട്ട്, നമ്മൾ വിസ്തവെട്ടിലും കാടുവെട്ടിലും ലൈറ്റിടലും ഒക്കെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പഞ്ചായത്തിന് ഞങ്ങൾക്ക് പരിമിതമായിട്ടുള്ള പണ്ടുള്ള പഞ്ചായത്തിന് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഇതിന് ഒരു ശാശ്വത പരിഹാരം നമ്മൾ വനംവകുപ്പ് അടിയന്തരമായിട്ട് കണ്ടെത്തണം. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉദ്ദേശിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴ സൈഡിൽ ട്രെഞ്ച് താത്തുക എന്ന് മാത്രം. ഫെൻസിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസം കഴിയുമ്പോൾ ഫെൻസിംഗ് എല്ലാം ആന വലിച്ചു പള്ളക്കളിയാണ്. അതുപോലെ ട്രെഞ്ച് താത്തി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ കീരമ്പാറക്കര പഞ്ചായത്ത് യുവാക്കൾ ഞങ്ങൾ ശക്തമായ സമരമായിട്ട് മുന്നോട്ടേക്ക് പോകും. തുടർന്ന് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുകയും ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തുകയും ചെയ്തു. കാട്ടുമൃഗങ്ങളെ വനത്തിനുള്ളിൽ തടഞ്ഞു വെക്കുവാനുള്ള ശക്തമായ സംവിധാനങ്ങൾ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കീരമ്പാറ പഞ്ചായത്ത് നിവാസികൾ ഒന്നടങ്കം അണിനിരക്കുന്ന ജനകീയ പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും മതിയായ സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.